ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടും പിണറായിക്ക് ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഊണിലും ഉറക്കത്തിലും പിണറായി ആരിഫ് മുഹമ്മദ് ഖാൻ വേട്ടയാടുകയാണ്. പോയി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് കരുതിയ പല കാര്യങ്ങളും വീണ്ടും അവതാളത്തിലാവുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടെങ്കിലും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ പിണറായി സർക്കാരിന് കഴിയില്ല. അതിനുള്ള ഉത്തരവാണ് ഇന്നലെ UGC അടിച്ചിറക്കിയത്. സർവകലാശാലകളെ ഇനി രാജ്ഭവൻ തന്നെ നിയന്ത്രിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിലൂടെ സംസ്ഥാനത്തെ സർവകലാശാല ഭരണമടക്കം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകും. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ UGC പുറത്തിറക്കുമ്പോൾ തെളിയുന്നത് രാജ്ഭവനുകൾക്ക് കിട്ടുന്ന അധികാര കരുത്താണ്. പിണറായിക്ക് ഇത് മർമ്മത്ത് കിട്ടിയ നല്ല ഉഗ്രനടിയാണ്. ഏതായാലും ഇതൊരു വിഷയമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗവർണർ ആർലേക്കർ പണി തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം എല്ലാം വളരെ വേഗത്തിലാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാല വൈസ് ചാൻസലർമാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാല, സംസ്കൃത സർവകലാശാലകളിലെ രജിസ്ട്രാർമാരാണ് VC-മാർക്ക് പകരം പങ്കെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ചയായി. രാജ്യാന്തര നിലവാരത്തിലുള്ള കോഴ്സുകൾ ആരംഭിക്കണമെന്നും സർവകലാശാല ക്യാമ്പസുകൾ മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു. എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും താമസിച്ച് കുട്ടികളുമായും അധ്യാപകരുമായും സംവദിക്കുമെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട്. സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. സൗകര്യപ്രദമായ സെനറ്റ് യോഗങ്ങൾ നേരിട്ട് പങ്കെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് UGC വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് ഗവർണർ വൈസ് ചാൻസലർമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം ചാൻസലർ ഗവർണർമാരായതിനാൽ ഫലത്തിൽ VC നിയമനങ്ങളിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. 2018 UGC വിജ്ഞാപനത്തിൽ VC നിയമനാധികാരം ആർക്കെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് തർക്കത്തിനും കേസുകൾക്കും കാരണമായിരിക്കെയാണ് UGCയുടെ പരിഷ്കാരങ്ങൾ. കരടിലെ വ്യവസ്ഥയനുസരിച്ച് ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളാകും സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ. അപേക്ഷകരിൽ നിന്ന് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന 3 മുതൽ 5 പേരിൽ നിന്നും ഒരാളെ ചാൻസലർക്ക് VC-ആയി നിയമിക്കാം. പുനർനിയമനത്തിനും അനുമതിയുണ്ട്. ഏതായാലും കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു പാർട്ടി പത്രവും. ഇതിനു പിന്നാലെ ദേശാഭിമാനിയിൽ വന്ന വാർത്താക്കുറിപ്പ് ഇപ്രകാരമാണ്: ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അടിത്തറ തകർക്കാനും സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കാനുമുള്ള വിവാദ മാർഗനിർദ്ദേശങ്ങളുമായി UGC. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർമാർക്ക് വലിയ അധികാരം നൽകുന്നതും അധ്യാപക നിയമനങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർക്കുന്നതും കരാർവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതുമായ വ്യവസ്ഥകൾ അടങ്ങിയ ചട്ട ഭേദഗതിക്കാണ് UGC രൂപം കൊടുത്തത്. ചട്ട ഭേദഗതിയുടെ കരട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ UGC ആസ്ഥാനത്ത് പുറത്തിറക്കി. സർവകലാശാല VC-മാരായി അക്കാദമിക് വിദഗ്ധരെ തന്നെ നിയമിക്കണമെന്ന് നിർബന്ധമില്ലെന്നാണ് UGCയുടെ പുതിയ ചട്ട ഭേദഗതി കരടിൽ പറയുന്നത്. വ്യവസായം, പൊതുഭരണം, പൊതുനയ രൂപീകരണം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ വൈദഗ്ധ്യം തെളിയിച്ചവരെയും VC-മാരായി നിയമിക്കാമെന്നാണ് പുതിയ നിലപാട്. VC നിയമനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് വിശാലമായ അധികാരങ്ങളാണ് പുതിയ വ്യവസ്ഥയിലുള്ളത്. VC-മാരെ നിയമിക്കാനുള്ള 3 അംഗ സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരംഗത്തെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യും. 2ാമത്തെ അംഗത്തെ UGC ചെയർമാന് നിർദ്ദേശിക്കാം. സർവകലാശാല സെനറ്റ്, സിൻഡിക്കേറ്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നിങ്ങനെയുള്ള സമിതികൾക്ക് ഒരാളെ നാമനിർദ്ദേശം ചെയ്യാം. കമ്മിറ്റി നൽകുന്ന 5 അംഗ ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഒരാളെ VC-ആയി ചാൻസലർ നിയമിക്കണം. ഇത് ലംഘിച്ചുള്ള VC നിയമനങ്ങൾ അസാധുവായിരിക്കുമെന്നും UGC പറയുന്നു. വിദഗ്ധർ അംഗങ്ങളായ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നും അവർ ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്നും ഒരാളെ VC-ആയി ചാൻസലർ നിയമിക്കണമെന്നാണ് 2018 UGC മാർഗനിർദ്ദേശത്തിലെ വ്യവസ്ഥ. എന്നാൽ പുതിയ മാർഗനിർദ്ദേശത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് തന്നെ ഗവർണറുടെ അധികാരമാക്കി മാറ്റി. അതിലൊരംഗത്തെ ഗവർണറുടെയും 2ാമത്തെ UGC ചെയർമാന്റെയും പ്രതിനിധികളുമാക്കി. ഇതുവഴി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഘപരിവാർ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ മാത്രം VC-മാരായി പ്രതിഷ്ഠിക്കുകയെന്ന അജണ്ട നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അക്കാദമിക് മേഖല കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കുള്ള തടസ്സങ്ങൾ മറികടക്കുകയെന്ന ലക്ഷ്യമാണ് പിന്നിൽ.
PC നിയമനത്തിൽ ഗവർണർമാരുടെ രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ ഈ സംസ്ഥാനങ്ങൾ ഫയൽ ചെയ്ത ഹർജികൾ സുപ്രീം കോടതിയുടെ അടക്കം പരിഗണനയിലുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ബിൽ പാസാക്കിയിട്ടുണ്ട് എന്നാണ് വന്നിരിക്കുന്ന വാർത്ത. ഏതായാലും ഒന്നേ പറയാനുള്ളൂ, കരയാനുള്ളവരൊക്കെ സൈഡിലോട്ട് മാറിയിരുന്ന് കരയുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പോഴത്തെ ഗവർണർക്ക് കേരളത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് നൽകിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്ന ഉടൻ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ തന്നെ ആദ്യം നീക്കങ്ങൾ നടത്താനായിട്ട് തുടങ്ങിയത്. ഏതായാലും ഇനി എന്തൊക്കെ പുകയിലാവും സർക്കാരും അതിനു പിന്നാലെ SFIയും ചേർന്ന് ഇവിടെ നടത്താൻ പോകുന്നതും ഗവർണർ അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് കാണേണ്ടത്.